അമ്മയെ കാണാൻ ആഗ്രഹമുണ്ടോ? ആഗ്രഹമൊന്നുമില്ല. ഇല്ല, അവള് ഓർക്കാൻ ആഗ്രഹിക്കാത്ത കുറെ കാര്യങ്ങളാണ് അത്. കാരണം മക്കൾ ഇവിടെ ഉണ്ടെന്ന് അമ്മയ്ക്ക് അറിയാം, പക്ഷെ ഇത്രയും വർഷമായിട്ടും തിരിഞ്ഞു പോലും നോക്കിയില്ല എന്നുള്ള ആ ഒരു സങ്കടം അത് പറയുമ്പോ വിഷമോ. അവളതൊന്നും ഓർക്കാൻ ഇപ്പൊ ആഗ്രഹിക്കുന്നില്ല. എന്നോട് പറയും, അമ്മയെ പഴയ കാര്യങ്ങളൊന്നും ഇനി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പല ഓൺലൈൻ മീഡിയാസിലും മറ്റും സൗമ്യ എന്ന് പറയുന്ന ഒരു കൊച്ചു പെൺകുട്ടി നിറഞ്ഞു നിൽക്കാണ് അല്ലെ. പലരും സംഭവം അറിഞ്ഞു കാണും. 6-ാം വയസ്സിൽ അമ്മ അനാഥ മന്ദിരത്തിൽ ഉപേക്ഷിച്ചു പോയ പെൺകുട്ടി. അങ്ങനെ ഉപേക്ഷിച്ചു പോയതിനു ശേഷം പൂർണ്ണമായും ആ അനാഥ മന്ദിരത്തിൽ ഉടമകളായിട്ടുള്ള ധനീഷും മിനിയും ആ പെൺകുട്ടിയെ ഏറ്റെടുക്കുന്നു. പിന്നീട് അങ്ങോട്ട് അവർ സ്വന്തം മകളെ പോലെ സൗമ്യ വളർത്തുന്നു. മകളെ പോലെ എന്നല്ല, മകളായി വളർത്തുന്നു. അവളെ മാത്രമല്ല, അവൾക്കൊരു സഹോദരനും സഹോദരിയും ഉണ്ടായിരുന്നു. അവരെയും പൊന്നു പോലെയാണ് വളർത്തിയത്. പക്ഷെ ഇന്ന് ആ പെൺകുട്ടിക്ക് 26 കഴിഞ്ഞു. MSW പൂർത്തിയാക്കി. ഇന്ന് അവളുടെ കല്യാണമാണ്. അതിന്റെ സന്തോഷത്തിലും ആഹ്ലാദത്തിലുമാണ് അവൾ പഠിച്ചു വളർന്ന അനാഥ മന്ദിരം. ഇന്ന് പല ഓൺലൈൻ മീഡിയകളും ആ അനാഥ മന്ദിരത്തിന്റെ വാതിലിന് മുന്നിൽ ആ സന്തോഷം ഒപ്പിയെടുക്കാനുള്ള തിരക്കിലാണ്. അതെ, സ്വന്തം അമ്മ ഉപേക്ഷിച്ചു പോയിട്ടും മാതാപിതാക്കളുടെ കെയറിംഗ് പൂർണ്ണമായും കിട്ടി വളർന്ന ആ പെൺകുട്ടിയുടെ കഥയാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. സംഭവത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് ഈ അനാഥ മന്ദിരം നടത്തുന്ന ദമ്പതിമാർക്ക് ഒരു കോഡ് വരികയാണ്. വിളിച്ച വ്യക്തി എന്ന് പറയുന്നത് ആ നാട്ടിലുള്ളത് തന്നെ അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന വ്യക്തിയാണ്. പുള്ളിക്കാരൻ നേരെ അവരെ വിളിക്കുന്നു. എന്നിട്ട് പറയുന്നത് എന്താണ്, എന്റെ വീട്ടിന്റെ ഷെഡിൽ ഒരു അമ്മയും 3 മക്കളും താമസിക്കുന്നുണ്ട്. ഒന്നിന് ഗതിയില്ലാത്ത ആൾക്കാരാണ്, നിങ്ങൾ അവരെ ഒന്ന് ഏറ്റെടുക്കുക എന്നുള്ളത്. അപ്പൊ അന്നേരം അവർ തീർച്ചയായും എന്ന് മറുപടി പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് പോകുന്നു. അങ്ങനെ അമ്മയുടെയും മക്കളുടെയും നിസ്സഹായാവസ്ഥ മനസ്സിലാക്കിയവർ നേരെ എന്താക്കുന്നു, ആ മക്കളെയും അമ്മയും ഏറ്റെടുക്കുന്നു. 20 വർഷം മുമ്പെയാണ് ഈ സംഭവം കൂടി നിങ്ങൾ ഓർക്കണം. അങ്ങനെ ആ അമ്മയും മക്കളും സേഫായി അനാഥ മന്ദിരത്തിൽ വളരുന്നു. 3 മാസത്തോളം അമ്മ അനാഥ മന്ദിരത്തിൽ അല്ലറ ചില്ലറ ജോലികളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ 3 മാസത്തിന് ശേഷം ഇപ്പൊ വരാമെന്നും പറഞ്ഞു പോയതാണ് അമ്മ. പിന്നെ തീരെ തിരിച്ചു വന്നിട്ടില്ല എന്നുള്ളതാണ്. കുറച്ചു കാലം കാത്തു നിന്ന് നോക്കി, എന്നിട്ട് വന്നില്ല. അവസാനം തിരിച്ചു വരില്ല എന്ന് ഉറപ്പായപ്പോ ഈ അനാഥ മന്ദിരത്തിന്റെ ഉടമകൾ സൗമ്യയും സഹോദരനെയും സഹോദരിയും ഏറ്റെടുക്കുകയായിരുന്നു. അവിടുന്ന് അങ്ങോട്ട് എല്ലാം കിട്ടിയായിരുന്നു അവർ വളർന്നത്. ഒരു അച്ഛന്റെയും അമ്മയുടെയും സ്നേഹവും കെയറിങ്ങും എല്ലാം കിട്ടി അവർ വളർന്നു എന്നുള്ളതാണ്. ഇപ്പോഴും അമ്മ ഉപേക്ഷിച്ചു പോയതിന് സങ്കടം അവരെ അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ്. അവരറിഞ്ഞിട്ടില്ല, അങ്ങനെ വേണം പറയാൻ. ഈ അനാഥ മന്ദിരത്തിനപ്പുറം അവർക്ക് എപ്പോൾ വേണമെങ്കിലും ഈ ദമ്പതിമാരുടെ വീട്ടിലേക്ക് കയറി ചെല്ലാം. ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. ഇഷ്ടമുള്ളത് അവിടുന്ന് എടുത്ത് കഴിക്കാം, അവിടെ ഇരുന്ന് സ്വറ പറയാം. ഈ കുട്ടികളെല്ലാം അവരെ വിളിച്ചുകൊണ്ടിരുന്നത് പപ്പ മമ്മ എന്ന് മാത്രമായിരുന്നു. അത്രത്തോളം അവർ ആ മക്കളെ നോക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. തന്റെ ചോരയിലില്ലാത്ത മക്കളെ ഇങ്ങനെയൊക്കെ ശുശ്രൂഷിക്കുക എന്ന് പറയുന്നത് അതിന് വല്ലാത്തൊരു മനസ്സ് തന്നെ വേണം അല്ലെ. ഇന്ന് ആ പെൺകുട്ടിക്ക് 26 വയസ്സായി. കല്യാണത്തിന്റെ സന്തോഷത്തിലും ആഹ്ലാദത്തിലുമാണ് ഇന്ന് സൗമ്യ. നമുക്ക് എന്തായാലും മഴവിൽ കേരളം എന്ന് പറയുന്ന ചാനലിൽ വന്ന് ഇവരുടെ ഇന്റർവ്യൂവിലെ ചില ഭാഗങ്ങളൊന്ന് കണ്ടുനോക്കാം. സൗമ്യ വിവാഹിതയാവുകയാണ് ഏപ്രിൽ 1-ന്. അവിടെ കുടുംബജീവിതം തുടങ്ങുന്നത് ആ ദിവസം നിശ്ചയിച്ചിരിക്കുന്നു. അവളെ വിവാഹം കഴിപ്പിച്ചയക്കുന്നത് വയനാട് പനമര എന്ന സ്ഥലത്തേക്കാണ്. സിംഗപ്പൂരിൽ ജോലി ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരനാണ് അവിടെ വരനായി വന്നിട്ടുള്ളത്. 6 വയസ്സുള്ളപ്പോൾ ഈ പ്രസ്ഥാനത്തിൽ വന്ന കുഞ്ഞാണ്. അവൾ മാത്രമല്ല, അവളോടൊപ്പം അവിടെ ഒരു സഹോദരനും സഹോദരിയും 2 പേരുണ്ടായിരുന്നു. സഹോദരൻ വിദ്യാഭ്യാസം കഴിഞ്ഞ് തൊഴിലായി, വിവാഹം കഴിച്ച് കുടുംബസ്ഥനായി. അനിയത്തിക്കുട്ടി സൂര്യ അവളിപ്പം നഴ്സിംഗ് പഠനം പൂർത്തീകരിച്ചിരിക്കുന്നു. അടുത്ത മാസം ഇവിടെ തന്നെ അവൾക്ക് ജോലി നൽകുകയാണ്. സൗമ്യ MSW വരെ പഠിച്ചതിന് ശേഷം നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ സൈക്കാട്രി സോഷ്യൽ വർക്കറായിട്ട് ജോലി ചെയ്തു വരികയാണ്. അവൾക്ക് ഒരു വിവാഹാലോചന വന്നത്. അവിടെ പ്രതീക്ഷകൾക്കും സ്വപ്നത്തിനുമൊക്കെ അനുയോജ്യനായ ഒരു വരനാണ് അവൾക്ക് ലഭിച്ചിരിക്കുന്നതെന്നാണ് ഞങ്ങളുടെയും സൗമ്യയുടെയും വിശ്വാസം. അവൾക്ക് ഞങ്ങളുടെ സ്വന്തം മകളായിട്ട് തന്നെയാണ് അവളെ വളർത്തിയത്. അപ്പോൾ ഞങ്ങളുടെ സ്വന്തം മകളുടെ കല്യാണം നടക്കുമ്പോഴുണ്ടാകാവുന്ന എല്ലാ സന്തോഷവും എല്ലാ ആനന്ദവും എനിക്കും എൻ്റെ ഭാര്യ മിനിക്കും അത് സ്വന്തമായിട്ടുള്ളതാണ്. അതാണ് ഇവിടെ സൗമ്യന്റെ മുഖം കണ്ടാൽ തന്നെ മനസ്സിലാകും അല്ലേ, അവൾ എത്രത്തോളം ഇവരിൽ സംതൃപ്തിയാണ് എന്നുള്ളത്. സൗമ്യ മാത്രമല്ല, 200-ലധികം കുട്ടികളെ വേറെയും ഇവർ കല്യാണം കഴിപ്പിച്ച് അയച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. 201-ാമത്തെ കുട്ടിയാണ് സൗമ്യ. നിങ്ങളൊന്ന് ആലോചിക്കുക, അത്രയും കുട്ടികളെ കല്യാണം കഴിപ്പിച്ച് അയക്കണം എന്നുണ്ടെങ്കിൽ അതിനൊരു യോഗം വേണം അല്ലേ. പിന്നീട് ഇവരിങ്ങനെ അനാഥ മന്ദിരം തുടങ്ങാനുള്ള കാരണം പറയുന്നുണ്ട്. ഒരിക്കലും പറയുന്നത് തനീഷ് സാറ് ചായക്കടയിൽ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതൊരു അനാഥനായിട്ടുള്ള പയ്യൻ ആ ചായക്കടയിലേക്ക് വന്നു കഴിഞ്ഞിട്ട് എന്തോ വെള്ളമോ ചായ എങ്ങാനും ചോദിച്ചു. ആ സമയത്ത് ഈ ചായക്കടക്കാരൻ ആ പയ്യനെ അപമാനിച്ചു വിട്ടു. അവസാനം ഈ അപമാന ദുഃഖത്താൽ ആ പയ്യനെ കൊണ്ട് നടന്നുപോയി. കണ്ടോടുന്ന തനീഷിന് അയാളുടെ ആ പ്രവൃത്തി മനസ്സിൽ തീരെ അങ്ങ് പിടിച്ചില്ല എന്നുള്ളതാണ്. ആ പയ്യന്റെ മുഖം ഇങ്ങനെ മനസ്സിൽ കുത്തിക്കൊണ്ടേയിരുന്നു. അവസാനം അവിടുന്ന് അദ്ദേഹം തീരുമാനം എടുക്കുകയായിരുന്നു, ഇനി അനാഥ കുട്ടികളെ സംരക്ഷിക്കാൻ ഒരു മന്ദിരം തുടങ്ങണമെന്നുള്ളത്. ആ ചിന്തയുടെ പുറത്ത് തന്റെ ഭാര്യയും കൂട്ടി തുടങ്ങിയതാണ് അനാഥ മന്ദിരം. പിന്നീട് കേരളത്തിലുടനീളം പല സ്ഥലങ്ങളിലായി 10-ലധികം അനാഥ മന്ദിരങ്ങൾ അവർക്ക് തുടങ്ങാൻ സാധിച്ചു എന്നുള്ളതാണ്. അതിൽ നിന്നും ഒരുപാട് അനാഥ കുട്ടികൾ സന്തോഷത്തോട് കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. എത്രയോ കുട്ടികൾ അതിൽ വിവാഹിതരായി, എത്രയോ കുട്ടികൾ വിവാഹിതരാകാൻ പോകുന്നു. ഇന്നൊരു കുട്ടിയെ കെട്ടിച്ചയക്കാൻ വരെ പല മാതാപിതാക്കളും പേടാപ്പാട് പേടാണ് അല്ലേ. അങ്ങനെ നോക്കുമ്പോഴാണ് ഇവർ 200-ലധികം കുട്ടികളെ കെട്ടിച്ചയക്കുന്നത്. എന്തായാലും ഉപേക്ഷിച്ചു പോയ അമ്മയെ കുറിച്ച് ഇവിടെ സൗമ്യ പിന്നീട് തുടർന്ന് പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും അതൊന്ന് കണ്ടോക്കാം. മോളുടെ ഈ വാർത്ത അറിഞ്ഞ് എല്ലാവരും പറയുന്നുണ്ടല്ലോ, എന്താ പറയാ, മോളുടെ അമ്മ തിരികെ എത്തണം, കാണാൻ സാധിക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. മോളുടെ ഒരു ആഗ്രഹം എന്താണ്, അമ്മ തിരികെ എത്തണം എന്നാണോ? ആഗ്രഹമൊക്കെ ഉണ്ട്,
പക്ഷെ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. എന്നെ ഇവിടെ കൊണ്ടാക്കിയിട്ട് പോയതിന്. ഒരുപക്ഷെ എന്നെ ഇവിടെ അമ്മ പോയപ്പോൾ എന്നെയും കൂടെ കൊണ്ടുപോയിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ഈ ഒരു പൊസിഷനിൽ ഒന്നും ഞാൻ നിൽക്കത്തില്ലായിരുന്നു. ഉറപ്പായിട്ട് എന്നെ ഇവിടെ കൊണ്ടാക്കിയിട്ട് അമ്മ പോയതിന് അതുകൊണ്ട് എനിക്ക് അമ്മയോട് അങ്ങനെ ദേഷ്യമോ കാര്യങ്ങളോ ഒന്നുമില്ല. സന്തോഷം മാത്രമേ ഉള്ളൂ. എന്റെ അനിയത്തിയാണെങ്കിലും എന്റെ കൂടെ തന്നെ ഉണ്ട്. ആങ്ങളെയാണെങ്കിലും കല്യാണം കഴിഞ്ഞു, അവൻ വേറെയാണ് താമസിക്കുന്നത്. അപ്പൊ ഞങ്ങളെ മൂന്നുപേരും ഇവിടെ കൊണ്ടാക്കിയതിന് നന്മ മാത്രമേ വന്നിട്ടുള്ളൂ, ദോഷകരമായിട്ടൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അമ്മയോട് അങ്ങനെ വെറുപ്പോ കാര്യങ്ങളൊന്നും ഇല്ല. എങ്കിലും മോളെ ഉപേക്ഷിച്ച് പോയതൊരു സത്യം തന്നെയാണല്ലോ. അതെ. കുറെ ആളുകളൊക്കെ ഈ വാർത്ത കണ്ട് പറയുന്നുണ്ട് അതൊരു ഒരിക്കലും അംഗീകരിക്കാനോ പൊറുക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. മോളുടെ മനസ്സിൽ ആ ഒരു വിഷമമുണ്ടോ? വിഷമമുണ്ട്. ആദ്യമൊക്കെ ഒരു വിഷമം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അക്സെപ്റ്റ് ചെയ്തു. ഇങ്ങനെയാണ് ജീവിതം, അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കും ഇനി മുന്നോട്ട് എന്നുള്ളത് ഞാൻ അക്സെപ്റ്റ് ചെയ്തു. അങ്ങനെ അങ്ങ് പോയി. ഓക്കെ, അതത്രേ ഉള്ളൂ. അത് ആക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്ര നല്ല ജീവിതമായിരിക്കണം ആ കുഞ്ഞിനെ അനാഥ മന്ദിരത്തിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരുന്നത്. ഇല്ലെങ്കിൽ ഒരിക്കലും ഈ ജീവിതം ഈ കുഞ്ഞിനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ, അല്ലേ? എന്താക്കിയാലും പിന്നീട് അങ്ങോട്ട് കാര്യങ്ങൾ കടന്നുപോയി. സൗമ്യക്ക് ഒരു 15 വയസ്സൊക്കെ ആയ സമയത്ത് സൗമ്യയുടെ മുത്തച്ഛനും മുത്തശ്ശിയും കൂടി ഒരിക്കൽ ഇതേമാതിരി ഈ അനാഥ മന്ദിരത്തിലേക്ക് ആശ്രയം ചോദിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർക്ക് ആശ്രയം കൊടുത്തു. അങ്ങനെ കോൺവെർസേഷനിടെയാണ് സൗമ്യക്കും സഹോദരനും സഹോദരിക്കും ഇവരുമായി രക്തബന്ധമുണ്ടെന്ന് അവർ മനസ്സിലാക്കുന്നത്. ഒരു ദൈവനിശ്ചയം അല്ലേ? പക്ഷെ അവർക്ക് അപ്പോഴും സ്വന്തം മകളെ കുറിച്ച് അറിയില്ല എന്നുള്ളതാണ്. മകൾ എവിടെ പോയി എന്ത് ചെയ്യുന്നതിനെ കുറിച്ച് യാതൊരു അറിവുമില്ല. മകൾ കുറെ വർഷങ്ങൾക്ക് മുമ്പ് അവരെയും ഉപേക്ഷിച്ച് പോയതാണ്. എന്തൊക്കെയായാലും മുത്തശ്ശനെയും മുത്തശ്ശിയും കിട്ടിയ സന്തോഷമായിരുന്നു പിന്നീട് അങ്ങോട്ട് സൗമ്യക്കും സഹോദരനും സഹോദരിക്കും. പൊന്നുപോലെയാണ് അവരെ നോക്കിയത്. പക്ഷെ 15 വർഷം മുന്നേ ആ മുത്തശ്ശനും മുത്തശ്ശിയും മരിച്ചുപോയി എന്നുള്ളതാണ്. തന്റെ പഠനം കഴിഞ്ഞതിന് ശേഷം സൗമ്യ ബാക്കി സമയം ചെലവഴിച്ചുകൊണ്ടിരുന്നത് ഈ മുത്തശ്ശനും മുത്തശ്ശിക്കും ഒപ്പായിരുന്നു. 10 വർഷങ്ങൾക്കിപ്പുറം ഇന്നും ആ മുത്തശ്ശനെയും മുത്തശ്ശിയും കുറിച്ച് പറയുന്ന സമയത്ത് സൗമ്യന്റെ കണ്ണ് നിറയുന്നുള്ളതാണ്. നമ്മൾ എന്തായാലും ആ രംഗം ഒന്ന് കണ്ടോക്കാം. കല്യാണം വന്നത് വയനാട് പനമരം. അത് അമ്മൂമ്മ ശുശ്രൂഷിച്ച കാര്യങ്ങളൊക്കെ പഴയ കാലങ്ങളിലോട്ട് കടന്നു പോയതാ. അമ്മയെ കാണാൻ ആഗ്രഹമുണ്ടോ? ആഗ്രഹമൊന്നുമില്ല. ഇല്ല, അവള് ഓർക്കാൻ ആഗ്രഹിക്കാത്ത കുറെ കാര്യങ്ങളാണ് അത്. കാരണം മക്കൾ ഇവിടെ ഉണ്ടെന്ന് അമ്മയ്ക്ക് അറിയാം. പക്ഷെ ഇത്രയും വർഷമായിട്ടും തിരിഞ്ഞു പോലും നോക്കിയില്ല എന്നുള്ള ആ ഒരു സങ്കടം അത് പറയുമ്പോൾ അവൾക്ക് വിഷമം. അവളതൊന്നും ഓർക്കാൻ ഇപ്പൊ ആഗ്രഹിക്കുന്നില്ല. എന്നോട് പറയും, അമ്മയെ പഴയ കാര്യങ്ങളൊന്നും ഇനി എനിക്ക് ഓർക്കാനോ പറയാനോ താല്പര്യമില്ല. കാരണം അത് ഓർക്കുമ്പോൾ തന്നെ അവള് കരയും. എന്നോട് പറഞ്ഞാലും കരയും. അതാ സൗമ്യക്ക്. സൗമ്യ ഹാപ്പിയാവും. സൗമ്യയുടെ ജീവിതത്തിൽ സൗമ്യക്ക് പ്രതീക്ഷിക്കാത്ത അത്രയും സന്തോഷങ്ങളൊക്കെ കിട്ടിയില്ലേ. വിദ്യാഭ്യാസമാണെങ്കിലും ഇപ്പൊ പിന്നെ എല്ലാ കുട്ടികളും ആഗ്രഹിക്കും പോലെ ഒരു കുടുംബജീവിതം എല്ലാ കുട്ടികളും സ്വപ്നം കാണും. അതുപോലെ അവർക്ക് ഇഷ്ടപ്പെട്ട നല്ല ഒരു പയ്യൻ തന്നെയാണ് നമ്മൾ കണ്ടെത്തിയത്. ഇതിലൊക്കെ അവള് ഹാപ്പിയാ. ഇല്ല സൗമ്യ ഇവിടെ അന്വേഷിച്ചു. പപ്പായെ ഫോൺ വിളിച്ച് അങ്ങനെ പെൺകുട്ടികളുണ്ടോന്ന് അന്വേഷിച്ചു. നമ്മളിങ്ങനെ ഒരു കുട്ടി ഉണ്ടെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഒരു 6 മാസമായി നമ്മൾ ആലോചിച്ച് വെച്ചിട്ട്. അപ്പൊ പയ്യൻ സിംഗപ്പൂരിൽ ജോലിക്ക് പോയിരുന്നത്, പോയി ലീവ് ഇപ്പൊ കിട്ടിയപ്പോൾ വന്നു. അങ്ങനെ വന്നു. അതിന്റെ സിസ്റ്ററും ഒക്കെ കൂടെ വന്ന് കണ്ടിരുന്നു. കൂടാതെ ഞാനും ജോസ്റ്റാനും കൂടെ വയനാട് പോയി അവരുടെ വീടും സാഹചര്യങ്ങളൊക്കെ കണ്ടു. അത്യാവശ്യം ജീവിക്കാൻ പറ്റിയ സാഹചര്യങ്ങൾ, നല്ലൊരു അറ്റ്മോസ്ഫിയർ, ഒരു വയനാടിന്റെ പച്ചപ്പും ഒക്കെയുള്ള നല്ലൊരു സ്ഥലത്തോട്ടാണ് പോകുന്നത്. ഹാപ്പിയായിട്ട് നിൽക്കും. ഓക്കെ, അതാണ് ഭയങ്കര ഇമോഷണൽ ആയി പോകുന്നുണ്ടല്ലേ പാവം പെൺകുട്ടി. ഇന്ന് അമ്മ പോയി 20 വർഷം കഴിഞ്ഞു. എത്രയാണ് 20 വർഷം? ഇപ്പോഴും ആ അമ്മയെ കാണണമോ എന്ന് ആ മകളോട് ചോദിക്കുന്ന സമയത്ത് കണ്ടാൽ കുഴപ്പമില്ല, കണ്ടില്ലെങ്കിലും പ്രശ്നമില്ല എന്നുള്ള മട്ടാണ് അല്ലേ? ഒരു പക്ഷേ ഈ അമ്മ എവിടുന്നെങ്കിലും ഒക്കെ മകളുടെ ഈ സന്തോഷം കണ്ട് സന്തോഷിക്കുന്നുണ്ടാകും. അതല്ലെങ്കിൽ ഒന്നും അറിയാത്തൊരു ജീവിതം നയിക്കുന്നുണ്ടാക്കും. അതൊന്നുമല്ല എങ്കിൽ മണ്ണോടടിഞ്ഞു പോയിട്ടുണ്ടാക്കും. എങ്ങനെയാണ് എന്താണെന്നുള്ളത് ആർക്കൊരു വിവരവുമില്ല. 20 വർഷങ്ങൾക്കിപ്പുറവും എവിടെയെന്നുള്ളൊരു ചോദ്യചിഹ്നം അവർ അവശേഷിക്കുകയാണ്. ഒരു പക്ഷേ എന്റെ അഭിപ്രായത്തിൽ ആ അമ്മ മക്കളെ ഉപേക്ഷിച്ച് പോയത് നന്നായി എന്നുള്ളത് തന്നെയാണ്. കാരണം ഈ 3 മക്കളെയും പോറ്റാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് ഈ മക്കളെ അനാഥ മന്ദിരത്തിന് കൊടുക്കുന്നത് അല്ലെ? സ്വന്തം മക്കളെ പോറ്റാൻ പറ്റാണ്ട് കൊല്ലുന്ന ഒരു കാലഘട്ടമാണ് എന്നും കൂടി നിങ്ങൾ ഓർക്കണം. ഒരാഴ്ച മുന്നേ നമ്മൾ അങ്ങനെ ഒരു കേസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2.5 വയസ്സുകാരിയെ അച്ഛൻ അലമാർക്ക് മുകളിൽ എറിഞ്ഞു കൊന്ന സംഭവം. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ആ അമ്മ വളരെ നല്ല കാര്യം തന്നെയല്ലേ ചെയ്തത്. പക്ഷെ അതിന്റെ കൂട്ടത്തിൽ വളരെ വലിയൊരു തെറ്റും ചെയ്തു. ചെറുപ്പത്തിൽ കുട്ടികൾക്ക് കിട്ടേണ്ട മാത്രം സുരക്ഷ നിഷേധിച്ചു എന്നുള്ളത്. പക്ഷെ മക്കളെ പോറ്റാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാണെങ്കിൽ എന്ത് ചെയ്യുമെന്നുള്ളൊരു ചോദ്യം അവിടെ പ്രസക്തമാണ്. എന്റെ അഭിപ്രായത്തിൽ ആ അമ്മ അവിടെ കൊടുത്തു പോയത് എന്തുകൊണ്ട് നന്നായി എന്നത് തന്നെയാണ്. ഒരുപക്ഷെ ആ അമ്മ 3 മക്കളെ പോറ്റിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത്രത്തോളം അവർ സന്തോഷത്തോടെ ഇരിക്കുമായിരുന്നില്ല. ചിലപ്പം ഒരു ദുരിത ജീവിതമായിരിക്കും അവർക്ക് ഉണ്ടായിരിക്കുക. പക്ഷെ അതിനെന്തൊക്കെ വ്യത്യസ്തമായി അവർ സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ടല്ലോ. എല്ലാറ്റിനും വലുത് അതാണല്ലോ, സമാധാനവും സന്തോഷവും. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടും ആ അമ്മ അങ്ങനെ ചെയ്തത് നന്നായി എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. എന്താണ് ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.